ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അഗാധ ഓൾ അലോങ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ 4th എപ്പിസോഡ് റിലീസ് ചെയ്തു. അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ്സിലെ പോലെ തന്നെ ഈ എപ്പിസോഡിലും കുറേ കോമിക് ബുക്ക് റെഫറൻസസ് യൂസ് ചെയ്തു. ശരിക്കും അതിന് കോമിക് ബുക്ക് ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന കുറേ റെഫറൻസസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. എപ്പിസോഡ് 3 ഷാരോൺ മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അവർ അതിനെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. തുടക്കം കാണിക്കുന്നത് കുഴിച്ചിടുമ്പോൾ അവരതിൻ്റെ മേളിൽ ഒരു ബേബി ഫ്ലവർ എന്ന് പറഞ്ഞ ഫ്ലവർ വയ്ക്കുന്നുണ്ട്. ബേബി ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെൻസിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബേബി ഫ്ലവർ. അപ്പോൾ അത് അതിൽ നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ഇന്നസെൻസ് ആണ്, പക്ഷേ പുള്ളിക്കാരി ഇതിൽ പെടുന്ന ഒരു വിച്ചല്ല. അപ്പോൾ അവരവിടെ പ്രാർത്ഥിച്ചിട്ട് പുതിയ വിച്ചിനെ ഗ്രീൻ വിച്ചിനെ വരുത്തിക്കാൻ നോക്കും. ഗ്രീൻ വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ റിയോ ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വരുന്നത്. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂംബി ടൈപ്പ് ആണ് കാണിച്ചത്. അതും ഷാരോണിൻ്റെ ഗ്രേവിൽ നിന്നാണ്, ശവകുടീരത്തിൽ നിന്നാണ് പുള്ളിക്കാരി എനിക്ക് വരുന്നത്. പുള്ളിക്കാരിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു വേർഡായിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷേ ഇതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഫെങ്കോ പോപ്സ് പറഞ്ഞിട്ട് ആക്ഷൻ ഫിഗേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരിപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക, ഈ ക്യാരക്ടർ എന്താണെന്ന് റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടർ ഡെത്ത് എന്ന് പറയുന്ന ക്യാരക്ടറാണ് കോമിക്കിൽ എന്ന് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. അതൊരു സ്പോയിലറായിട്ടാണ് അവർ നേരത്തെ കൂട്ടിയ ആക്ഷൻ ഫിഗറിനെ റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരി റിയോ മിക്കവാറും ഡെത്ത് ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. ഡെത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ട്രൂ കോവൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ട്രയൽസ് എല്ലാം കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇലിജൻ. ട്രൂ കോവൻ ആണെങ്കിൽ എല്ലാ വിച്ചസും വേണം. ആ എല്ലാ വിച്ചസ് വരാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒരു പ്രെയർ അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഒരു സ്പെല്ലൊക്കെ പാടിയിട്ടാണ് അവർ ഒരു ഗ്രീൻ വിച്ചിനെ വരുത്തിക്കുന്നത്. ഇനിയിപ്പോൾ അവർ അടുത്ത പരീക്ഷണത്തിലേക്ക് പോവുകയായിരുന്നു. ട്രയൽസിലേക്ക് പോകുമ്പോൾ ഈ ഓരോ ട്രയൽസിനും ഒരു തീമുണ്ട്. ഇനി വരാൻ പോകുന്ന ട്രയൽസിൽ ശരിക്കും പറഞ്ഞാൽ തീം ഫയറായിട്ടാണ് റിലേറ്റഡ് ആണ്. ഫയറുടെ എന്ന് പറഞ്ഞാൽ ഫയർ വിച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആലീസിനെയാണ്. അപ്പോൾ ആലീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രയലായിരിക്കും എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ആ നടക്കുന്ന വഴിയും ആ കളറാണ്, ഫയറിൻ്റെ ഒരു തീമാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ വാതിലിൻ്റെ അവിടെയും മൂൺ മറ്റേലും മൂൺ കാണിച്ച പോലെ, പക്ഷേ ഇതിലൊരു ഫയർ ഫീലാണ് മൂണിൻ്റെ ഇത് കൊടുത്തത്. അവർ അകത്ത് കയറുമ്പോൾ തന്നെ അവരുടെ കോസ്റ്റ്യൂം എല്ലാം മാറും. അപ്പോൾ അതൊരു 70s സ്റ്റൈലാവും, ഒരു പോപ്പ് സിംഗേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആവും. അപ്പോൾ അത് ആ വീട് എന്ന് പറയുന്നത് ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ ആയിരുന്നു. ആ സ്റ്റുഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലീസിൻ്റെ അമ്മ ലോർന വു എന്ന് പറഞ്ഞാൽ ആലീസിൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയുടെ ഒരു ഡിസൈനാണ്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള മാഗസീൻസും അങ്ങനെ കുറേ റെഫറൻസസൊക്കെ കാണിക്കുന്നുണ്ട്. പേര് ജസ്റ്റ് മാറ്റിയുള്ളൂ, പക്ഷേ സ്റ്റൈലും ഫോണ്ടും കാര്യങ്ങളൊക്കെ റെഫറൻസസ് വാളിൽ കാണിക്കുന്നുണ്ട്. അവർ ആ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കയറുമ്പോഴത്തേക്കും അവർക്ക് അവിടെ വെച്ച് ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോയുടെ ഉള്ളിലും പുറത്തായിട്ട് എല്ലാവരും ഇങ്ങനെ സെർച്ച് ചെയ്യാണ്, എന്താണ് ട്രയലിൽ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. ആലീസ് അമ്മയുടെ ഫോട്ടോ കാണുന്നുണ്ട്. അമ്മയുടെ ആ കേഴ്സ്, എന്തോ ഒരു കേഴ്സ് ഉണ്ട്. അമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊക്കെ രീതിയിലുള്ള ഓർമ്മകൾ ആലീസിന് വന്നുകൊണ്ടിരിക്കും. ഇപ്പുറത്താണെങ്കിൽ ലില്ലി പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകും ആലീസിൻ്റെ അടുത്ത്. ഡോണ്ട് ഡു ദാറ്റ് എന്നാ അങ്ങനെ എന്തോ സംഭവം പറയും. പക്ഷെ പിന്നെ എന്താ പറഞ്ഞതെന്ന് ആലീസ് ലില്ലി മറന്നു പോവാണ്. അപ്പോൾ അതൊക്കെ എവിടെയെങ്കിലും ഒരു റെഫറൻസ് ആയിട്ട് വരുമായിരിക്കും ഏതെങ്കിലും എപ്പിസോഡിൽ. പിന്നെ കാണിക്കുന്നത് ജെൻ ആണെങ്കിൽ കുറേ മാസ്കുകൾ കാണുന്നുണ്ട്. അതിൻ്റെ റെഫറൻസ് എനിക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഗതിയും റിയോയും കൂടിയിട്ട് റെക്കോർഡിങ് മൈക്കിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നതായിട്ട്. അവിടെ പോയിട്ട് സംസാരിക്കുകയാണ്, നീയും ഈ പ്രാവശ്യവും എൻഡ് ഓഫ് ദി റോഡിലൂടെ പോകുമ്പോൾ നീ ഇവരെ ചതിക്കോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ വോയിസ് അവളും മൈക്ക് ഓൺ ആക്കിയിട്ട് സ്പീക്കറിലൂടെ കേൾപ്പിക്കും അഗത. അപ്പം അതിൽ പുറത്തേക്ക് വരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയോ പറയുന്നത് നീ ഈ വിച്ചസിനെ ചതിക്കില്ലേ എന്നൊക്കെ രീതിയിൽ എന്തോ പറയാം. അപ്പോൾ ബിട്രേ ചെയ്യുന്ന രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്തത്. അപ്പോഴത്തേക്ക് അഗത മൈക്കിക്കൂടെ നൈസായിട്ട് അത് കളിക്കും. അതായത് ഞാൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ വിച്ചസിനെ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ രീതിയിലൊക്കെ പറയും. എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് റിയോയുടെ അഗേൻസ്റ്റ് ഇതുണ്ടാക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ ടീനാണെങ്കിൽ ഒരു റെക്കോർഡ് എടുത്ത് പ്ലേ ചെയ്യാൻ തുടങ്ങും. പ്ലേ ചെയ്യുമ്പോൾ അത് റിവേഴ്സിൽ കറക്കുമ്പോഴത്തേക്കും കേഴ്സ്, അതായത് ഒരു ശാപം ഉണർന്നു വരും. ആ റെക്കോർഡ് എന്നിട്ട് എല്ലാവരും കൂടി തല്ലി പൊളിക്കും. അപ്പോഴത്തേക്കും അവിടെ ഒരു മെട്രോണോം എന്ന് പറഞ്ഞ സാധനം ഡിവൈസ് ഇങ്ങനെ പെൻഡുലം അടിക്കാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം തന്നെ അവരുടെ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന രീതിയിൽ ഇവരിങ്ങനെ ചിന്തിക്കും. അപ്പോൾ റെക്കോർഡ്സ് ഇങ്ങനെ ചേർത്ത് പിടിക്കും. അപ്പോൾ അതിൽ കുറേ പാട്ടുകളെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ ആ റെക്കോർഡിങ് സ്റ്റുഡിയോ, അതായത് ആ ഒരു ഹോട്ടൽ പ്ലസ് റെക്കോർഡിങ് സ്റ്റുഡിയോ ആണ്, അത് പതുക്കെ കത്താൻ തുടങ്ങും ഓരോ സൈഡിൽ നിന്ന്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമ്മ പഠിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിക്കും നമ്മുടെ ആലീസിൻ്റെ അടുത്ത്. അപ്പോൾ ആലീസ് പറയും പാട്ടാണ്, ഇപ്പം നമുക്ക് ഇവിടെ പാട്ടാണ് പാടേണ്ടത്, പെർഫോമാണ് ചെയ്യേണ്ടതെന്ന് പറയും. പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പെർഫോമൻസിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ലില്ലി പറയുന്നത് എനിക്ക് ബ്രസിൽ അറിയുള്ളൂ എന്നാണ്. ബ്രസിൽ എന്ന് പറയുന്നത് 500 വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തതിന് ഇൻസ്ട്രുമെൻ്റ്. അത് പുള്ളിക്കാരിയാണെങ്കിൽ കുറേ വർഷം ജീവിച്ചിട്ടുള്ള ഒരു വിച്ചാണ്. അപ്പോൾ അന്ന് അതുമാണ് പുള്ളിക്കാരിക്ക് അറിയുക. അതിനെ കിളിക്കാനും അടിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ടീനാണെങ്കിൽ ഗിത്താർ എടുക്കും, നമ്മുടെ റിയോ ആണെങ്കിൽ ജാസ് എടുക്കും, ഡ്രംസ് എടുക്കും. ജെന്നും അതുപോലെ തന്നെ ഓരോ ഇൻസ്ട്രുമെൻ്റ് എടുക്കും. നമ്മുടെ അഗത പാടാൻ തുടങ്ങും. പാട്ട്
പാടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആലിസ് കീബോർഡും എടുക്കും. അങ്ങനെ പാടാൻ തുടങ്ങും. ചുറ്റും തീ പിടിക്കാൻ തുടങ്ങും. പെട്ടെന്നാണ് ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് കേഴ്സ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ആ കേഴ്സ് എനിക്ക് തോന്നുന്നത് അതിൽ പറയുന്നുണ്ട് ആലിസ് എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. അതായത് പുള്ളിക്കാരിക്ക് മാത്രം അത് കാണാൻ സാധിക്കണുള്ളൂ എന്നും തോന്നണേ. അതിനേക്കാൾ മുമ്പ് ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എന്തോ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആലീസിന് എന്തോ ലൈറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ജെൻ അവിടെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് എന്തോ പൊള്ളുന്ന പോലെ തോന്നാൻ തുടങ്ങി. അപ്പോൾ തന്നെ നമ്മുടെ ആലീസ് പോയിട്ട് റിയോടെ നിന്ന് കത്തിയെടുത്തൊരു വട്ടം വരയ്ക്കും, ചുറ്റും വരയ്ക്കും. ആ വരയ്ക്കുന്ന സമയത്താണ് പുള്ളിക്കാരിയുടെ ആ പൊള്ളൽ മാറുന്നത്. പക്ഷേ സ്കിന്ന് പൊള്ളിയുണ്ട്. അത് കറക്റ്റ് എന്തോ ഷോൾഡറിലായിട്ടാണ് പൊള്ളത്. അപ്പോൾ അതേ പൊള്ളൽ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കേഴ്സ് വന്നാണ് തോളത്ത് വന്നിരിക്കുമ്പോഴാണ് അങ്ങനെ പൊള്ളുന്നത്. അപ്പോൾ ആർക്കും ആ കേഴ്സിന് കാണാൻ സാധിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഈ പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴാണ് കേഴ്സിനെ ആലീസിന് കാണാൻ സാധിച്ചു തുടങ്ങിയത്. പുള്ളിക്കാരിയുടെ ഷോൾഡറിൽ വന്നിരിക്കുകയും ചെയ്തു കേഴ്സ്. അങ്ങനെ പുള്ളിക്കാരി ആലീസ് പാട്ട് പാടാൻ തുടങ്ങും. അത് ഇവരെല്ലാവരും കൂടി നല്ല പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ നമ്മുടെ ടീനിനെ എടുത്തെറിയുന്നൊക്കെ ഉണ്ട്. എടുത്തെറിഞ്ഞ് അവിടുന്ന് മിനിറ്റ് വന്നിട്ട് പിന്നെ അവൻ പാടുന്ന ഗിത്താർ വായിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു പെർഫോമൻസ് ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഷോൾഡറിൽ ഇരുന്നതിൻ്റെ കേഴ്സ് കത്തി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവരുടെ പെർഫോമൻസിൽ. അപ്പോൾ അങ്ങനെയാണ് അവർ ആ ട്രയലിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്ന കീബോർഡ്, ഗ്രാൻഡ് പിയാനോ അവൾ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഒരു പാത്താണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള പാത്ത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പാത്തിക്കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ചെക്ക് ചെയ്യുമ്പോൾ ടീനിന് നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് വയറിൽ കുത്തി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അകത്തേക്ക് ആദ്യം നമ്മുടെ ഷെറോൺ മരിച്ചപ്പോൾ അത്രയ്ക്ക് ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ല, നമുക്ക് തുടക്കത്തിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ടീനിന് ഈ പരിക്ക് പറ്റിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നും പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ മകനെ പുള്ളിക്കാരി ഓർത്തു പോകുന്നതാണെന്ന് തോന്നുന്നു ആ സമയത്ത്. അങ്ങനെ ജെൻ്റെ അടുത്ത് പറയും. ജെന്നാണെങ്കിൽ പൊതുവേ ഡോക്ടർ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കുറേ ആലോചിച്ചതിന് ശേഷം പറയും വാട്ടർ ആൻഡ് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും കിട്ടും. അത് വെച്ചിട്ട് അവളെന്തോ ഒരു സ്പെല്ല് ചെയ്തിട്ട് ഇവൻ്റെ ആ മുറിവിൽ ഒഴിക്കുമ്പോഴത്തേക്കും മുറിവ് ഉണങ്ങി പോകും. പക്ഷെ അവൾ റെസ്റ്റ് എടുക്കും. അതേസമയം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. ജെൻ, ആലിസ്, ലിലി അവർ നല്ലൊരു കൂട്ടാവും. അവരുടെ എക്സ്പീരിയൻസുകൾ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ അടുത്തേക്ക് അവർക്കുണ്ടായിരുന്ന ഓരോ മുറിവുകളും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തു. അതേ സ്ഥലത്ത് നമ്മുടെ റിയോ വരും, അഗതയും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ റിയോയുടെ ഡയലോഗ്സ് പറയുന്നുണ്ട്. എന്നെ ഹേർട്ട് ചെയ്തത് മുറിവ് എന്ന് പറയുന്നത് എന്നെ സ്നേഹിച്ച ആളുടെ സൈഡിൽ നിന്ന് കിട്ടിയ മുറിവാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു അഗതയും റിയോ തമ്മിലുള്ള ഒരു അടുപ്പം നമുക്ക് അവർ പണ്ട് അടുപ്പത്തിലായിരുന്നു, പിന്നെ പിരിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അടക്കുന്നതാണ് റിയോ എന്ന് മനസ്സിലാവുന്നുണ്ട്. റിയോ ഇതിനേക്കാളും മുമ്പും നമുക്ക് റെഫറൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഇവള് ആ വിച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ തന്നെ ബ്ലാക്ക് ഹാർട്ടാണ് വരച്ചത്. ബ്ലാക്ക് ഹാർട്ട് ശരിക്കും റിയോനെ റെഫറൻസ് ചെയ്യുന്നതാണ്. പുള്ളിക്കാരിയുടെ പണ്ടത്തെ പ്രണയം എന്ന രീതിയിൽ ഹാർട്ടും ബ്ലാക്ക് എന്ന രീതിയിൽ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ആദ്യം വന്നിട്ട് അഗതനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ഹാർട്ട് റെഫർ ചെയ്യുന്നത് റിയോനെ എന്നു ആ സമയത്ത്. പക്ഷെ അതിൽ ഷാരോൺ ഹാർട്ടാന്ന് പറഞ്ഞിട്ടാണ് അഗത ഷാരോൺ ഹാർട്ടിനെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അഗത പോയിട്ട് നമ്മുടെ ടീനിനെ പോയി നോക്കുന്നുണ്ട്. അവനിങ്ങനെ വയ്യായികളൊക്കെ മാറിയൊന്ന് നോക്കുമ്പോഴത്തേക്കും ടീൻ പതുക്കെ ബോധത്തിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ മകൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരി മറുപടി പറയാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ മറുപടി പറയാതെ പുറത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് നമ്മുടെ റിയോ വരുന്നുണ്ട്. റിയോ വന്നിട്ട് ഇവർ തമ്മിൽ കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ കിസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് റിയോ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ടീൻ നിൻ്റെ മകനല്ല കേട്ടോ എന്ന രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി റെഫറൻസിൽ വരുന്നുണ്ട്. അഗത പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ കയ്യിലൊരു മുറിവുണ്ട്, അത് ഡോട്ടർ ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് പ്രവർത്തിച്ചപ്പോൾ പറ്റിയ മുറിവുകളെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഡോക്ടർ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് കോമിക് ബുക്കിൽ അമേരിക്കയുടെ ഹിസ്റ്ററിയിൽ ഒരു സംഭവമുണ്ട്. ഡോട്ടർ ഓഫ് ലിബർട്ടി കൊണ്ട് കുറച്ച് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടന്നതായിട്ടുള്ളതുണ്ട്. പക്ഷേ അതല്ലാതെ ഡോട്ടർ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് മാർവൽ ബുക്സിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ വരുന്നത് നമ്മുടെ ഏജൻറ് കാർട്ടറും അഗത, അങ്ങനെ കുറേ ഫീമെയിൽ ഓറിയൻറ്റഡ് സൂപ്പർ ഹീറോസും കൂടി ചേർന്ന ഒരു സംഘമാണ് ഡോട്ടർ ഓഫ് ലിബർട്ടി. അപ്പോൾ അതിൽ നിന്ന് പറ്റിയതാണോ എന്നറിയില്ല. ഡോട്ടർ ഓഫ് ലിബർട്ടിയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് പറ്റിയ മുറിവ് എന്ന് പറഞ്ഞിട്ട് അഗത പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു റെഫറൻസ് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പല പല റെഫറൻസുകളും. പിന്നെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഫംഗോ പോപ്സ് പിന്നെയും ഒരു സാധനം അവർ സ്പോയിലറായിട്ട് ഇറക്കിയിട്ടുണ്ട്, ആക്ഷൻ ഫിഗർ. അത് നമ്മുടെ വിക്കനാണ്. വിക്കൻ എന്ന് പറയുന്നത് നമ്മുടെ ടീനെയാണ് ഉദ്ദേശിക്കുന്നത്. ടീൻ എന്തായാലും അഗതയുടെ മോനല്ല എന്ന രീതിയിൽ നമ്മുടെ റിയോ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ടീൻ മിക്കവാറും നമ്മുടെ വാൻഡയുടെ മകനായ വിക്കനായിരിക്കും. അതിന് ഇവിടെ ആക്ഷൻ ഫിഗറും ആ ഒരു സ്പോയിലർ പോലെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ റിയോ പറയുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ നമുക്ക് കിട്ടുന്ന റെഫറൻസസും എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.